കേരളത്തിന് തനതായ ഒരു വ്യക്തിത്വമുണ്ട്, ഒരു സാംസ്കാരിക പൈതൃകമുണ്ട്. നൂറ്റാണ്ടുകളായി തലമുറകളിലൂടെ കൈമാറി വന്ന കെട്ടിട നിർമ്മാണ വൈദഗ്ധ്യങ്ങളുമുണ്ട്. അതുകൂടാതെ ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തിൻ്റെ പിൻബലത്താൽ, നിർമ്മിത ബുദ്ധിയുടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എല്ലാം പിൻബലത്താൽ വളരെ ശ്രേഷ്ഠമായ കെട്ടിടങ്ങൾ നിർമ്മിക്കുവാൻ ഇന്ന് കേരളത്തിൽ ലഭ്യമായ സാങ്കേതികവിദ്യയും മെറ്റീരിയൽസ് എല്ലാം വെച്ച് സാധിക്കും. അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അവബോധമുള്ളത് മറുനാടൻ മലയാളിക്കാണ്. അവർ വളർന്നു വരുന്ന അവരുടെ ജീവിതശൈലിയായിട്ട് ഒത്തുചേരുന്ന വളരെയധികം ഘടകങ്ങൾ ഇന്ന് യോജിപ്പിച്ച് പോകാൻ സാധിക്കും. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, സമയക്കുറവ് കൊണ്ട് ഇവിടെ കുറച്ച് ദിവസം ലീവൊക്കെ എടുത്ത് വരുന്നവർ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നല്ല ഒരു സൈറ്റ് കണ്ടുപിടിക്കുക. ആ സൈറ്റിന് വേറെ ന്യൂനതകളൊന്നും വരാൻ പാടില്ല. ഇന്ന് കേരളത്തിൽ കണ്ടമാനം പ്രശ്നങ്ങളുണ്ടല്ലോ. അതായത് ഓരോ സ്ഥലത്തിനും കോസ്റ്റൽ റെഗുലേഷൻസ് ഉണ്ട്, റൂൾസ് ഉണ്ട്, എക്കോളജിക്കലി ഫ്രജൈൽ ലാൻഡ് ഉണ്ട്, ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. അതുപോലെയൊക്കെയുള്ള പല പ്രശ്നങ്ങളിലും വരുന്ന സ്ഥലമാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് അതുപോലുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ഇന്ന് നമ്മൾ കാണുന്ന ഈ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും അതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ അടുത്ത കാലത്തൊന്നും വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ കൂടെ നമ്മൾ സ്വീകരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കണം. പിന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു വീട് പണിതിട്ട് പലതും കാണുന്ന മറുനാടൻ മലയാളികൾ ആ വീട് പൂട്ടിയിട്ട് പോവുകയാണ്. അപ്പം വീട്ടിലാരും താമസം ഇല്ലെങ്കിൽ തന്നെ അതിൻ്റെ മെയിൻ്റെനൻസും അതുപോലുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് എന്ത് സംഗതിയും നമ്മൾ അതൊരു തൂത്ത് ഉടച്ച് വെച്ചാലല്ലേ അത് ഭംഗിയായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ 1-2 വർഷം പൂട്ടിയിട്ടിട്ട് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ശോഭയെല്ലാം നശിക്കാതിരിക്കാനായിട്ടുള്ള ഏർപ്പാടുകളും എല്ലാം ചെയ്യണം. സ്വന്തം ആവശ്യത്തിന് ഒരു വീട് പണിയുമ്പോൾ, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ, അവർക്ക് സമയത്തിന് വളരെയധികം പരിമിതികളുണ്ട്. പക്ഷേ ഒരു വീടെന്ന് പറഞ്ഞാൽ നമ്മൾ ആയുഷ്കാലത്തിന് മിക്കവാറും ഒരിക്കൽ ചെയ്യുന്ന നമ്മുടെ ഒരു സ്വപ്ന ഭവനം തന്നെയാണ്. അത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് വേണ്ട ആവശ്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. പിന്നെ സൗന്ദര്യവും മാത്രം പോരാ, അതിനകത്തുള്ള ബാക്കിയുള്ള അടിസ്ഥാനമായിട്ടുള്ള പല കാര്യങ്ങൾ, അതായത് പ്രകൃതിയുടെ വരദാനമായ കാറ്റും വെളിച്ചവും ഒക്കെ യഥേഷ്ടം കയറുന്ന രീതിയിലായിരിക്കണം ഡിസൈൻ. നമ്മുടെ ചുറ്റും സുലഭമായിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ്, പ്രകൃതിയെ അധികം ചൂഷണം ചെയ്യാതുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ പലരും ശ്രദ്ധിക്കാതിരിക്കുന്ന കാര്യം, ആവശ്യത്തിലധികമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അതായത് 4-5 ബെഡ്റൂമുകളൊക്കെ പണിത് അതെല്ലാം 2-3 ബെഡ്റൂമൊക്കെ പൂട്ടിയിടുകയാണ്. നിങ്ങൾക്ക് ആവശ്യം എന്താണെന്നുള്ളത് ചെയ്യുക. അത് ചെയ്യുന്ന നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് ഇൻറ്റീരിയർ ഡിസൈനൊക്കെ ചെയ്തിട്ട് അത് ചെയ്യണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്ലാനും ബഡ്ജറ്റും തമ്മിൽ താളം തെറ്റാൻ പാടില്ല. അതിനൊക്കെ ഏകദേശം ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കണം. അപ്പോൾ ഇതിനൊക്കെ വളരെയധികം പരിജ്ഞാനമുള്ള, അതായത് വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളൂ, അത് അക്കാഡമിക്കായിട്ടും സൈറ്റിലെ പരിജ്ഞാനമുള്ള ആർക്കിടെക്ട്സ്, അവരുടെ സേവനം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെയേറിയ കാര്യങ്ങൾ വിദഗ്ധമായിട്ട് നമുക്കുള്ള അഡ്വൈസ് കിട്ടും, സൈറ്റിൽ അതിനുള്ള മെച്ചം കിട്ടും. അതുകൂടാതെ നല്ല പ്രവൃത്തി പരിചയമുള്ളൊരു കോൺട്രാക്ടറെ ഇതിൻ്റെ ദൈനംദിന കാര്യങ്ങൾ നടത്തുവാനായിട്ട് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം നമ്മുടെ തലവേദന, അതായത് അതിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ ഒക്കെ വളരെയധികം നമുക്ക് പരിഹരിക്കാൻ പറ്റും. വളരെ ഭംഗിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. ഇന്നിപ്പോൾ അറിയാമല്ലോ, എല്ലാവിധ സാങ്കേതിക വിദ്യ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ ഈ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ബിൽഡിങ്ങിൻ്റെ വാക്ക് ത്രൂ, അത് പണിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഏകദേശം ആ വീട് എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ യഥാർത്ഥ രൂപം ആർക്കിടെക്ട്സിന് കാണിച്ചു തരാൻ പറ്റും. നമുക്ക് നമ്മുടേതായ സജഷൻസൊക്കെ മാറ്റിക്കൊണ്ട് അത് നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഞാൻ വളരെയധികം ശ്രദ്ധിക്കുന്നൊരു കാര്യം, വീട് നമ്മൾ പണിത് കഴിഞ്ഞിട്ട് വീട് പൂട്ടിയിട്ട് പിന്നെയും വിദേശത്ത് ജോലിക്ക് പോയിട്ട് 2-3 വർഷം അല്ലെങ്കിൽ 1 വർഷത്തിലൊരിക്കലൊക്കെ വരുന്നതെങ്കിൽ അതിൻ്റെ ഡേ ടു ഡേ മെയിൻ്റെനൻസും അതുപോലുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. സന്തുലിതമായ ഒരു അന്തരീക്ഷം കുടുംബത്തോടൊപ്പം ചെലവിടുവാൻ സാധിക്കണം. നമുക്ക് സുരക്ഷിതത്വം വേണം, പ്രകൃതി ഭംഗി വേണം. അതുകൂടാതെ പ്രകൃതിയുടെ ഗുണങ്ങളെല്ലാം നമുക്ക് ലഭിക്കണം. നല്ല കാറ്റും വെളിച്ചമൊക്കെ ലഭിക്കണം.
പിന്നെ ഇതിനെല്ലാം മുൻഗണനകൾ വ്യത്യാസമുണ്ട്. ചിലർക്ക് മലയാളികൾ തന്നെ പലർക്കും ഒരു 5 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഒരു തെങ്ങ് 2 വാഴയൊക്കെ നടാൻ പറ്റുന്ന സ്ഥലം, സ്വന്തമായിട്ട് ചെറിയ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലം, സ്വന്തമായിട്ടുള്ള ഐഡൻറ്റിറ്റി, അതായത് കോമ്പൗണ്ടുകളിൽ തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ പേരൊക്കെ എഴുതി വെക്കാൻ പറ്റുന്ന ചിലരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു നല്ല ക്രെഡിറ്റ് കിട്ടുന്ന സംഗതിയാണ്. പക്ഷേ ചിലരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പം വലിയ വലിയ നഗരങ്ങളിലൊക്കെ ജീവിച്ചവർ, മുംബൈ, ചെന്നൈ പോലുള്ള നഗരങ്ങളിൽ ജീവിച്ചവർ, അവർ ഈ മൾട്ടി സ്റ്റോറീഡ് ഹൈ റൈസ് ബിൽഡിങ്സിൽ താമസിക്കുന്ന വർഷങ്ങളായിട്ട് അവർ കുട്ടിക്കാലം മുതൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ അനുഭവിച്ചു. അതിലേക്ക് അവർ വളരെയധികം മാനസികമായിട്ട് പൊരുത്തപ്പെട്ട ഒരു നിലയിലുള്ളവരാണ്. അപ്പം അങ്ങനെയുള്ളവർ ഇന്ന് പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ താമസിക്കണം. അങ്ങനെ വരുമ്പോൾ അടിസ്ഥാന സൗകര്യമായ ആശുപത്രി, സ്കൂള് എല്ലാം അടുത്ത് കിട്ടാനായിട്ടും നല്ല ഷോപ്പിംഗ് സെൻറ്ററും സിനിമാ തിയേറ്ററും എല്ലാം നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ നമുക്ക് ഇന്ന് അവിടെ ഒരു 10 സെൻറ്റ് സ്ഥലം മേടിച്ചൊരു വീട് പണിയുക എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു 2 ബെഡ്റൂമുള്ള ഒരു ചെറിയൊരു ഫ്ലാറ്റിൽ 10ാം നിലയിലൊക്കെ നമുക്ക് ചിലപ്പോൾ സാധിക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. പിന്നെ ചിലർക്ക് കുടുംബത്തെ ഒറ്റയ്ക്കാക്കിയിട്ട് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്തുകൊണ്ടും അവർക്ക് വളരെയധികം ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം സെക്യൂരിറ്റി ഉണ്ട്, കംപ്ലീറ്റ് ക്യാമറ സർവൈലൻസ് ഉണ്ട്, 24 hour വാച്ച്മാൻ ഉണ്ട്. അതിൻ്റെയൊക്കെ സൗകര്യം ഗേറ്റഡ് കമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ അതുകൂടാതെ റെക്രിയേഷണൽ ഫെസിലിറ്റീസ്, സ്വിമ്മിംഗ് പൂള്, ഹെൽത്ത് ക്ലബ്ബ്, പിന്നെ നമ്മുടെയൊക്കെ പ്രായത്തിലും നമ്മുടെയൊക്കെ ഒരു ഉള്ള ചുറ്റുപാടിലുമൊക്കെ ഉള്ള കുറേയധികം കുടുംബങ്ങളെ ഒരു ജോയിൻറ്റ് ഫാമിലി പോലെ നമുക്ക് ആ അപ്പാർട്ട്മെൻറ്റ്സിൽ അവിടെയുള്ള ആ അപ്പാർട്ട്മെൻറ്റ്സിലുള്ള അസോസിയേഷനിലും അങ്ങനെയൊക്കെ ഉള്ള വളരെയധികം ഒരു ആക്ടിവിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. മറ്റേ വീടുകളിൽ നമ്മൾ പലപ്പോഴും കാണുന്നത് തൊട്ടടുത്ത വീട്ടിലേക്കൊക്കെ നമ്മളങ്ങനെ പോകാനുള്ള ഫ്രീഡം ഒന്നും നമുക്ക് പലപ്പോഴും തോന്നാറില്ല. പക്ഷേ ഈ ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ അവരൊക്കെ കോമൺ ആയിട്ടുള്ള ഓണം സെലിബ്രേഷനും അങ്ങനെ കുറേ കൂടെയൊക്കെ ഒരു കമ്മ്യൂണിറ്റി ലിവിങ് കൂടുതലും ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ കാണുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മണ്ണിൽ കാലി ചവിട്ടി നടക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ശരിക്കും പറഞ്ഞാൽ ആരോഗ്യത്തിനും എല്ലാം വളരെ നല്ലതെന്ന് നമുക്ക് പറയാം. അതായത് നമുക്കൊരു ലിഫ്റ്റിനെ ആശ്രയിക്കാതെ നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് വീട്ടിലേക്ക് നടന്നു കയറാൻ വരിക. പലയിടത്തും ഞാൻ കണ്ടിരിക്കുന്നത് ചില നല്ല പ്രീമിയം അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ ബെഡ് ലിഫ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റാൻഡ് ബൈ ജനറേറ്റർ ഉണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ഒരുവിധം ബഡ്ജറ്റ് ഹോംസിലും ഈ അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ കാണുന്നത് ഒരു 1-2 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ മെയിൻ്റെനൻസും ഇവരെല്ലാം അസോസിയേഷൻ, ബിൽഡർ അസോസിയേഷന് കൈമാറിയിട്ട് പോവുകയാണ്. പിന്നെ മെയിൻ്റെനൻസും ഈവൻ പെയിൻ്റ് അടിക്കലും അതിൻ്റെ പല കാര്യങ്ങളും ഒക്കെ അവതാളത്തിലാകും. അപ്പം നമ്മൾ ഒരു 4ാം നിലയുടെ മുകളിലാണ് താമസിക്കുന്നതെങ്കിൽ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് വളരെ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും. പെട്ടെന്ന് രാവിലെ ഓഫീസിൽ പോകുന്ന നേരം നമ്മൾ താഴെ ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും എന്തെങ്കിലും സാധനം എടുക്കാൻ വിട്ടുപോയി, ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. ആ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച്. പക്ഷെ നമ്മുടെ വീട് സ്വന്തം വീടാണെങ്കിൽ എല്ലാം നമ്മുടെ കൈ എന്താ പറയുക എത്തുന്ന ദൂരത്തിലാണ് കാര്യങ്ങളൊക്കെ. പിന്നെ പ്രായമുള്ളവർക്ക് വീട്ടിൽ വന്നു പോകാനും ഒക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. അപ്പം ഞാൻ ശരിക്കും പേഴ്സണലി പ്രിഫർ ചെയ്യും, ഞാൻ താമസിക്കുന്നു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു വീട്ടിലാണ് കഴിഞ്ഞ 10-20 വർഷമായിട്ട്. അതിൻ്റെ ഒരു സുഖം വളരെയധികം. ഇനിയിപ്പോൾ റിട്ടയർഡ് ലൈഫൊക്കെ നമുക്ക് പോകുമ്പോഴത്തേക്ക് വീട്ടിൽ കുറച്ച് കൃഷിയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടൈം പാസ്സാണത്. എൻ്റെ അനുഭവത്തിൽ തന്നെ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങൾ, മാതാപിതാക്കൾ വളരെയധികം പ്രയത്നിച്ച് അവരുടെ സമ്പാദ്യത്തിൻ്റെ നല്ലൊരു പങ്കം മുടക്കി അവരുടെ ഗ്രാമത്തിൽ നല്ല വലിയൊരു വീട് പണിതിട്ട് അവരുടെ കുടുംബത്തിനൊരു മേൽവിലാസമൊക്കെ ആയിട്ട് വലിയൊരു വീട് പണിതിട്ട് ഇപ്പം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ മക്കൾ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ ഏതെങ്കിലും ഒന്നേലും വിദേശ രാജ്യത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും വൻകിട നഗരങ്ങളിലേക്ക് മാറുകയും അവർക്ക് ഈ വീട്ടിൽ താമസിക്കാൻ യാതൊരുവിധ ഒരു അഭികാമ്യവും തോന്നാതെ എവിടെയെങ്കിലുമുള്ള 2 ബെഡ്റൂം ഫ്ലാറ്റിലേക്ക് മാറുന്നൊരു സിറ്റുവേഷനാണ് പലതും കാണുന്നത്. മാതാപിതാക്കളുടെ കാലശേഷം ആ വീട് പലയിടത്തും കണ്ടിരിക്കുന്നത് ആ വീട് അവർ വേറെ ആർക്കെങ്കിലും അത് കൈമാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ദ ന്യൂ ജനറേഷൻ ഈസ് മോർ ഇൻക്ലൈൻഡ് ടു സ്പെൻഡ് ടൈം ഓൺ ദെയർ ഓഫീസ് ടേബിൾ ദാൻ റിലാക്സിങ് ഇൻ ദ ഹൗസ്, ആൻഡ് other things are all supporting things what they want, and they are very much, they want everything in a very speed and in a very simple manner. ഇപ്പം തന്നെ നമ്മൾ വീടിൻ്റെ ട്രെൻഡ് തന്നെ കണ്ടു കഴിഞ്ഞാൽ വീടിൻ്റെ ഔട്ട്സൈഡ് സ്ട്രക്ചർ കൂടുതലും ഫ്ലാറ്റ് റൂഫുകളൊക്കെയാണ്. വലിയ കോംപ്ലിക്കേഷൻ സ്ലോപ്പിംഗ് റൂഫിലേക്കൊന്നും പോകാതെ
എത്രയും വേഗം സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ മോഡേൺ ഗാഡ്ജറ്റ്സും ഒക്കെ വെച്ചിട്ട് എല്ലാവിധ സൗകര്യങ്ങളും വേൾഡ് വൈഡുള്ള കണക്ടിവിറ്റി ഇതൊക്കെയാണ് അവർ കൂടുതൽ ആഗ്രഹിക്കുന്നത്. എന്താ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും അതൊക്കെയാണ്. അല്ല വീടിൻ്റെ ഇതിലേക്കും വീടൊരു വലിയ ഒരു ക്ലാസിക്കൽ ഒരു ലെവലിലേക്ക് നൂറ്റാണ്ടുകൾ നിൽക്കുന്ന ഒരു ദീപസ്തംഭമായിട്ട് പടുത്തുയർത്താനൊന്നും അവർക്ക് താല്പര്യമില്ല. അവരുടെ ഡ്രസ്സിങ്ങിനെ നമ്മൾ നോക്കിക്കേ, പെട്ടെന്ന് പോവുകയാണെങ്കിൽ പെട്ടെന്ന് ഇടാവുന്ന ഡ്രസ്സിങ് ബർമുഡേഴ്സൊക്കെ ഇട്ടിട്ട് എത്രയും വേഗം വീണ്ടും പുറത്തിറങ്ങുക എന്നുള്ളതാണ്. പണ്ടത്തെ മനുഷ്യർ ഡ്രസ്സ് ചെയ്യാൻ തന്നെ എത്ര സമയം എടുക്കും. അപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റൈൽ എങ്ങനെയാണ്, അത് അവർക്ക് അതിനുള്ള സപ്പോർട്ടും പിൻബലവും എല്ലാം ലഭിക്കുന്നുണ്ട്. പിന്നെ മിക്കവരും അവർ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നല്ല നിലയിൽ സമൂഹത്തിന് മുമ്പിൽ അവർക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം സമൂഹത്തിന് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ട് തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടിയും വരുന്നുണ്ട്.